ഹായ് ഓൾ, എല്ലാവർക്കും രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 7ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകമായിട്ടുള്ള സോഷ്യൽ സയൻസിലെ 1ാമത്തെ അധ്യായം മധ്യകാല ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു അധ്യായത്തിൽ പ്രധാനമായിട്ടും ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചുമാണ് പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഈ ഒരു അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ 2 നിർമ്മിതികളുടെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ഈ ചിത്രം നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടാവുമല്ലോ. എവിടുന്നാണ് നിങ്ങളിത് കണ്ടിട്ടുള്ളത്? ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുള്ളത് ശരിക്കും എവിടെ നിന്നായിരിക്കണം? ഇന്ത്യയുടെ കറൻസി മൂല്യങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? അതായത് 10 രൂപ നോട്ട്. 10 രൂപയുടെ നോട്ടിൽ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ ഇന്ത്യൻ കറൻസിയിലും ഓരോ പൈതൃക കേന്ദ്രങ്ങളുടെ ഫോട്ടോയാണ് ഉള്ളത്. അപ്പോൾ 10 രൂപയുടെ നോട്ടിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് ഉള്ളത്. അത് നിലനിൽക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? സംസ്ഥാനം ഒറീസയാണ്. 20 രൂപ നോട്ട് കണ്ടിട്ടില്ലേ നിങ്ങൾ? അതിൽ പൈതൃക കേന്ദ്രമായിട്ടുള്ള എല്ലോറ ഗുഹകളാണ് ഉള്ളത്. മഹാരാഷ്ട്ര സംസ്ഥാനത്താണ് എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. ഇനി 50 രൂപ നോട്ടിലോ? 50 രൂപ നോട്ടിൽ കർണാടകയിലെ ഹംപിയാണ്. ഹംപി അതും ഒരു പൈതൃക കേന്ദ്രമാണ്. 100 രൂപ നോട്ടിലാണെങ്കിൽ റാണി കി വാവ്, അത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 200 രൂപ നോട്ടിൽ സാഞ്ചി സ്തൂപം, മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ 500 രൂപ നോട്ടിൻ്റെ കാര്യമാണല്ലേ. അപ്പോൾ ഈ 500 രൂപ നോട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് കണ്ടിട്ടുള്ളത്? ചെങ്കോട്ട, ചെങ്കോട്ടയുടെ ചിത്രമാണ്. അപ്പോൾ ഈ ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഡൽഹിയിൽ. അപ്പോൾ ഈ 2 ചിത്രങ്ങളും നമ്മുടെ ഇന്ത്യൻ സംസ്കാരവുമായിട്ടും ഇന്ത്യൻ ചരിത്രവുമായിട്ടും മധ്യകാല ഇന്ത്യയിലെ ഒരുപാട് കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന 2 നിർമ്മിതികളാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. 1947 ഓഗസ്റ്റ് 15-നല്ലേ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ആ സ്വാതന്ത്ര്യ ദിനത്തിലെല്ലാം ഇവിടെ നിന്ന് നമ്മുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്യാറുണ്ട്? ദേശീയ പതാക ഉയർത്താറുണ്ട്. റിപ്പബ്ലിക് ഡേക്ക് രാഷ്ട്രപതിയാണ്. നിലവിൽ നമ്മുടെ രാഷ്ട്രപതി ആരാണ്? നിലവിൽ ദ്രൗപദി മുർമുവാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി. അപ്പോൾ നോക്കിയേ, നമുക്ക് ഈ ചെങ്കോട്ടയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. 1648 ഈ ചെങ്കോട്ട പണിതത്. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാന്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു ചെങ്കോട്ട നിർമ്മിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗാ നദി. ആ ഗംഗാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയായിട്ടുള്ള യമുന നദിയുടെ തീരത്ത് ഡൽഹിയിലാണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ യഥാർത്ഥ പേര് കില ഇ മുബാറക്ക് എന്നാണ്. എന്താണ് കില ഇ മുബാറക്ക്? ലാൽ കില എന്ന പേരിലും ചെങ്കോട്ട അറിയപ്പെടുന്നുണ്ട്. ഇനി ചെങ്കോട്ടയെക്കുറിച്ച് പറയുമ്പോൾ ഈ ചുടുകട്ടകളും അതുപോലെ തന്നെ ഈ മിനാരങ്ങൾ, കവാടങ്ങളൊക്കെ മറ്റുള്ള നിർമ്മിതികളിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് തോന്നാം. അതിന് കാരണം തന്നെ ഇതൊരു സമന്വയത്തിൻ്റെ ഉദാഹരണമാണ്. ഏതൊക്കെ സംസ്കാരങ്ങൾ സമന്വയിച്ചതാണ്? ഇന്ത്യൻ സംസ്കാരവും പേർഷ്യൻ സംസ്കാരവും. അതിൻ്റെ ഫലമായിട്ടാണ് ഇൻഡോ പേർഷ്യൻ നിർമ്മാണ ശൈലി നിലവിൽ വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ നിരവധി നിർമ്മാണ ശൈലികൾക്ക് ഉദാഹരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇന്ന് നമുക്ക് കാണാനാവുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് താജ്മഹൽ, ആഗ്ര ഫോർട്ട് എല്ലാം. ലോക പൈതൃക പട്ടികയിലും നമ്മുടെ ചെങ്കോട്ട ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്ത നിർമ്മിതി ഏതാണ്? ഇത് ഹംപിയാണ്. ഹംപി എന്ന് പറയുമ്പം നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ തൊട്ട് അയൽവക്കത്തുള്ള സംസ്ഥാനമാണ് കർണാടക. ഈ കർണാടകയിലെ ബെല്ലാരി ജില്ലയിലാണ് ഹംപി സ്ഥിതി ചെയ്യുന്നത്. തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഏത്? ഹംപി. അപ്പോൾ തുംഗഭദ്ര എന്ന് പറയുന്ന നദിയുടെ തീരത്ത് നിലനിൽക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള നിർമ്മിതിയാണ് ഏത്? ഹംപി. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ ശൈലി ഈ റെഡ് ഫോർട്ടിൽ നിന്ന് ഡിഫറൻ്റ് ആണ്, അല്ലെങ്കിൽ വ്യത്യസ്തമാണ്. കാരണം ഇൻഡോ ഇസ്ലാമിക് രീതിയിലാണ് ചെങ്കോട്ട പണിതതെങ്കിൽ ഹംപി നിർമ്മിച്ചിരിക്കുന്നത് ദ്രാവിഡ ശൈലിയിലാണ്.
ദ്രാവിഡ നിർമ്മാണ ശൈലിയിലാണ് ഹംപി നിർമ്മിച്ചിരിക്കുന്നത്. ഇനി പ്രസിദ്ധ ശിവക്ഷേത്രമായിട്ടുള്ള വിരൂപാക്ഷ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ഹംപിയിലാണ്. ശരിക്കും അവിടെ എന്താ പറയുന്നത്, ഈ ഒരു ക്ഷേത്ര സമുച്ചയങ്ങളാണ് കേട്ടോ. ഇവിടെയും എന്താണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ട് നിർമ്മിതികളെക്കുറിച്ച് ഓർത്ത് വെക്കുക, പ്രധാന പോയിൻറ്സും പഠിച്ചു വെക്കുക. ഇനി ഈ ഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് മുഗൾ ഭരണത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ മുഗൾ ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ബാബർ, ഈ ബാബർ കാബൂളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ ശരിക്കും ഈ മുഗൾ എന്ന് പറയുന്ന പദത്തിൻ്റെ ഉൽപ്പത്തി തന്നെ മംഗോൾ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ്. അപ്പോൾ ശരിക്കും മംഗോളിയ എന്നൊരു സാമ്രാജ്യം ഉണ്ടായിരുന്നു. അതിലെ ശക്തനായിട്ടുള്ള എന്താ പറയുക ചക്രവർത്തിയായിരുന്നു ചെങ്കിസ് ഖാൻ. ആ ചെങ്കിസ് ഖാൻ്റെയും അതുപോലെ തന്നെ ചെങ്കിസ് ഖാന് ശേഷം ഭരിച്ചിരുന്ന തിമൂർ അല്ലെങ്കിൽ മുടന്തനായ തിമൂറിൻ്റെ പിൻഗാമിയായിരുന്നു ആര്, ഈ ബാബർ. അപ്പോൾ അച്ഛൻ ഭാഗമായാലും അമ്മയുടെ ബന്ധത്തിലായാലും മംഗോളിയക്കാരുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു സാമ്രാജ്യമായിരുന്നു മുഗൾ സാമ്രാജ്യം. അപ്പോൾ നമ്മുടെ ബാബർ കാബൂളിൽ നിന്ന് വരുമ്പോഴാണ് ശരിക്കും ഇവിടെ അക്കാലഘട്ടത്തിൽ ഭരണം നടത്തിയിരുന്ന ഡൽഹി സുൽത്താനേറ്റിലെ അവസാനത്തെ രാജാവായിരുന്ന ഇബ്രാഹിം ലോധി, ആ ഇബ്രാഹിം ലോധിയുടെ അല്ലെങ്കിൽ ഇബ്രാഹിം ലോധിയുമായിട്ട് ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് 1526 നമ്മുടെ ബാബർ എന്ത് ചെയ്യാണ്, യുദ്ധം ചെയ്യാണ്. ആ യുദ്ധത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പീരങ്കിയും അതുപോലെ തന്നെ വെടിമരുന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു യുദ്ധം നടത്തിയത്. ആ യുദ്ധത്തിൽ വിജയം കൈവരിച്ച ബാബറാണ് ശരിക്കും 1526 എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത്. അപ്പോൾ ഓർത്ത് വെക്കുക, 1526 മുതൽ 1857 വരെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു മഹത്തായിട്ടുള്ള സാമ്രാജ്യമായിരുന്നു മുഗൾ സാമ്രാജ്യം. ആ മുഗൾ സാമ്രാജ്യത്തിലെ ആദ്യത്തെ ഭരണാധികാരിയായിരുന്നു ബാബർ. അപ്പോൾ ബാബറിനെ കുറിച്ച് നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. അപ്പോൾ ബാബറിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലയളവ്, ശരിക്കും അദ്ദേഹം ജീവിച്ചിരുന്നത് 1483 മുതൽ 1530 വരെയാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് സഹീറുദ്ദീൻ മുഹമ്മദ് ബാബർ എന്നാണ്. അപ്പോൾ ഈ ബാബർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരിന് ഒരർത്ഥമുണ്ടായിരുന്നു. അത് ശരിക്കും സിംഹം എന്നാണ് ആ വേർഡിൻ്റെ മീനിങ്. മുഗൾ രാജവംശത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്, ബാബറാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ് തുസൂക്ക് ഇ ബാബരി എന്നറിയപ്പെടുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഹുമയൂണിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ +2 ലെവലിൽ ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൻ്റെ ബേസിസിലാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട മുഗൾ ചക്രവർത്തി എന്ന് പറയുന്നത് ഹുമയൂണാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം 1508 മുതൽ 1556 വരെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് നാസിർ അൽദീൻ മുഹമ്മദ് ഹുമയൂൺ എന്നാണ്. നാസിർ അൽദീൻ മുഹമ്മദ് ഹുമയൂൺ. അപ്പോൾ ഈ മുഹമ്മദ് ഹുമയൂൺ, അതായത് ഹുമയൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം ഭാഗ്യവാൻ എന്നാണ്. എന്നാൽ മുഗൾ രാജവംശത്തിലെ ഏറ്റവും നിർഭാഗ്യവാനായിട്ടുള്ള രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തി ആരായിരുന്നു, ഹുമയൂൺ ആയിരുന്നു. മുഗൾ രാജവംശത്തിലെ രണ്ടാമത്തെ ഭരണാധികാരിയായിരുന്നു ഹുമയൂൺ. ഇനി മൂന്നാമതായിട്ട് മുഗൾ സാമ്രാജ്യത്തിന് കീഴിൽ ഭരണം നടത്തിയിരുന്നത് അക്ബർ ചക്രവർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം അബ്ദുൽ ഫത്ത് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എന്നായിരുന്നു. അക്ബർ ചക്രവർത്തിയുടെ യഥാർത്ഥ പേരെന്താണ്, അബ്ദുൽ ഫത്ത് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ. ഇനി നോക്കിയേ, മുഗൾ സാമ്രാജ്യത്തിലെ അതിശക്തനായിട്ടുള്ള രാജാവായിരുന്നു ആര്, അക്ബർ ചക്രവർത്തി. ഇനി അക്ബർ ചക്രവർത്തിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട പോയിൻ്റ്, അദ്ദേഹമാണ് മുഗൾ സാമ്രാജ്യത്തിലെ സൈന്യമായിട്ടുള്ള മാൻസബ്ദാരി സമ്പ്രദായത്തിന് നേതൃത്വം നൽകിയത്. അല്ലെങ്കിൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ആർമിയായിരുന്നു ഏതെന്ന് പറയുന്നത്, മാൻസബ്ദാരി. അതുപോലെ തന്നെ ഇബാദത്ത് ഖാന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള
ഫത്തേപൂർ സിക്രിയിൽ 1575 സ്ഥാപിച്ചത്. വിവിധ മതത്തിൽപ്പെട്ട പണ്ഡിതന്മാർ അവിടെ ചർച്ച നടത്തുകയും അങ്ങനെ ചർച്ചയിലൂടെ ലഭിക്കുന്ന എല്ലാ മതത്തിലെയും നല്ല നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ആരംഭിച്ച ഒരാശയം അല്ലെങ്കിൽ ഒരു തത്വചിന്ത ആയിരുന്നു എന്തെന്ന് പറയുന്നത്, ദീൻ ഇലാഹി. അപ്പോൾ ഈ ദീൻ ഇലാഹിയുടെ ലക്ഷ്യം തന്നെ എന്തായിരുന്നു? എല്ലാവർക്കും സമാധാനം എന്നുള്ളതായിരുന്നു. എല്ലാവർക്കും സമാധാനം. ഇനി അതിനകത്ത് ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിവിധ മതത്തിലെ ആളുകൾ പണ്ഡിതന്മാർ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അക്ബർ സ്ഥാപിച്ചിട്ടുള്ള ചർച്ചാവേദിയാണ് ഏത്? ഇബാദത്ത് ഖാന എന്ന് പറയുന്നത്. അപ്പോൾ ഇബാദത്ത് ഖാനയെക്കുറിച്ച് പറയുമ്പോൾ ഓർത്ത് വെക്കുക, അവിടെ ജസിയ നിർത്തലാക്കിയത്, അതുപോലെ തന്നെ ദീൻ ഇലാഹിയുടെ ലക്ഷ്യം എന്തായിരുന്നു? സുൽഹ് ഈ കുൽ എന്നതാണ്. സുൽഹ് ഈ കുൽ അങ്ങനെ പറഞ്ഞാൽ എന്താ? പീസ് ടു ഓൾ, എല്ലാവർക്കും സമാധാനം എന്നുള്ളതായിരുന്നു. മുഗൾ വംശത്തിലെ അല്ലെങ്കിൽ മുഗൾ രാജവംശത്തിലെ 4ാമത്തെ ഭരണാധികാരിയായിരുന്നു ആര്? ജഹാംഗീർ. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്താണ്? നൂറുദ്ദീൻ സലീം ജഹാംഗീർ എന്നാണ്. ഈ ജഹാംഗീർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ലോക ജേതാവ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് തുസൂക്ക് ഇ ജഹാംഗീരി. തുസൂക്ക് ഇ ജഹാംഗീരി ആരുടെ ആത്മകഥയാണ്? ജഹാംഗീറിൻ്റെ. അതുപോലെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഷാജഹാനെ കുറിച്ചാണ്. അപ്പോൾ ശരിക്കും മുഗൾ സാമ്രാജ്യം നിലനിന്ന കാലഘട്ടത്തിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഷാജഹാൻ്റെ ഭരണകാലഘട്ടമാണ്. അദ്ദേഹം ജീവിച്ചിരുന്നത് 1592 മുതൽ 1666 വരെയാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മിർസ ഷഹാബുദ്ദീൻ മുഹമ്മദ് ഖുറം ഷാജഹാൻ എന്നാണ്. യഥാർത്ഥ പേരെന്താണ്? മിർസ ഷഹാബുദ്ദീൻ മുഹമ്മദ് ഖുറം ഷാജഹാൻ. ഇനി അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണ്? ലോകത്തിൻ്റെ രാജാവ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം, ഷാജഹാനെ പഠിക്കുമ്പോൾ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ് താജ്മഹൽ, ചെങ്കോട്ട, ആഗ്രയിലെ മോത്തി മസ്ജിദ്, ലാഹോറിലെ ഷാലിമാർ ഗാർഡൻ, ഇതൊക്കെ പണി കഴിപ്പിച്ചത് ആരാണ്? ഷാജഹാനാണ്. ഇനി നമുക്കറിയാം ഷാജഹാൻ്റെ പുത്രനായിട്ടുള്ള ഔറംഗസീബിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമം എന്താണ്? ശരിക്കും മുഹിയുദ്ദീൻ മുഹമ്മദ് ഔറംഗസീബ് ആലംഗീർ എന്നാണ്. മുഹിയുദ്ദീൻ മുഹമ്മദ് ഔറംഗസേബ് ആലംഗീർ ആണ് ഔറംഗസീബിൻ്റെ യഥാർത്ഥ പേര്. അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവ് 1618 മുതൽ 1707 വരെയായിരുന്നു. മുഗൾ രാജവംശത്തിൻ്റെ വിസ്തൃതി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് വ്യാപിപ്പിച്ചത്. ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിലെ മുഗൾ രാജ്യമാണിത് 1707. അപ്പോൾ നമുക്കറിയാം, ഇങ്ങനെ നോക്കുമ്പം നമ്മുടെ ഇന്ത്യയുടെ ഉത്തരേന്ത്യയിലെ മിക്ക ഭാഗവും എന്താണ്? മുഗൾ രാജാക്കന്മാരുടെ കൈകളിലായിരുന്നു അല്ലേ? കൂടാതെ ഇന്ത്യ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ ഈ മുഗൾ സാമ്രാജ്യം വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യം കൂടെ ഓർത്തു വെക്കുക. അക്ബറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ജസ്യൂട്ട് പാതിരി പിയറി ജാറിക്ക് അദ്ദേഹം അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം എഴുതിയ അനുശോചന കുറിപ്പാണ്. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അക്ബർ എന്ന് പറയുന്നത് അതിശക്തനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു. മതസഹിഷ്ണുത, തുല്യ പരിഗണന, തുല്യനീതിയൊക്കെ എല്ലാവർക്കും നൽകാനായിട്ട് അക്ബർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അക്ബറിനെ കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ടത് ഇബാദത്ത് ഖാന, ജസിയ എന്ന് പറയുന്ന നികുതി നിർത്തലാക്കിയത്, അതുപോലെ തന്നെ ദീൻ ഇലാഹി, ഇബാദത്ത് ഖാന നിർമ്മിച്ചത്, മാൻസബ്ദാരി സമ്പ്രദായം, ഇതൊക്കെ അക്ബറുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഇത് കണ്ടോ, ഇതാണ് ഇബാദത്ത് ഖാന. ഇവിടെ വെച്ചിട്ടാണ് ഈ ചർച്ചകളെല്ലാം നടന്നിരുന്നത്. അപ്പോൾ ഇബാദത്ത് ഖാന എവിടെ ആണ് നിർമ്മിച്ചിരുന്നത്? 1575 അദ്ദേഹത്തിൻ്റെ തലസ്ഥാന നഗരമായിട്ടുള്ള ഫത്തേപൂർ സിക്രിയിലാണ് ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഒത്തുചേരുന്നതിനും അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും നല്ല കാര്യങ്ങൾ മതസഹിഷ്ണുത നയത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തു. ഇത് കണ്ടോ, ഇതാണ് ഫത്തേപൂർ സിക്രി. അക്ബർ ഭരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ തലസ്ഥാന നഗരമായിരുന്നു ഫത്തേപൂർ സിക്രി.
ഇനി നോക്കിയേ, മുഗൾ സൈന്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ആ മുഗൾ സൈന്യത്തിൻ്റെ പേരെന്താ? മാൻസബ്ദാരി അല്ലേ. അപ്പോൾ ഈ മാൻസാബ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? അദ്ദേഹത്തിന് കീഴിൽ ഒരു കുതിരപ്പടയാളികൾ നിലനിൽക്കുക അല്ലെങ്കിൽ നിലനിർത്തി കൊണ്ടുപോകേണ്ട ചുമതല അദ്ദേഹത്തിനുണ്ട്. അതുമാത്രമല്ല, സൈന്യത്തിൻ്റെ എണ്ണം അനുസരിച്ചാണ് ഈ മാൻസാബ്മാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. ഇവർക്ക് ഭൂമി അനുവദിച്ചിരുന്നു. ആ ഭൂമിയിൽ നിന്ന് നികുതി ഇവർ പിരിച്ചെടുത്തു. ആ പിരിച്ചെടുക്കുന്ന നികുതിയിലൂടെയാണ് ഇവർ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. കൂടാതെ സർക്കാരിൻ്റെ ഖജനാവിലേക്കും എന്ത് ചെയ്യണം? പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പിരിക്കുന്ന ടാക്സ് അവർ നൽകേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. ഇനി മുഗൾ ഭരണരീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മുഗൾ ഭരണ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ ഗ്രാമങ്ങൾ, പർഗാന, സർക്കാർ, സുബ എന്നിങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? വിഭജിച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഓർത്തു വെക്കാം, ഗ്രാമം എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാന ഘടകമാണ്. അത് കഴിഞ്ഞ് അതിന് തൊട്ട് മുകളിലുള്ള സ്ഥാനമാണ് എന്തിനുള്ളത്? പർഗാനയ്ക്ക് ഉള്ളത്. ദെൻ സർക്കാർ ഏറ്റവും ഉയർന്ന തലത്തിലായിരുന്നു സുബ. അതുകൂടെ ഓർത്തു വെക്കുക കേട്ടോ. അക്ബറിൻ്റെ കാലഘട്ടത്തിൽ ശരിക്ക് 15 സുബകളും ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിൽ ഏകദേശം 20 സുബകളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ഗ്രാമങ്ങൾ ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? പർഗാന. പർഗാനകൾ ചേർന്നിട്ട് സർക്കാരും, സർക്കാർ ചേർന്ന് സുബകളും ഉണ്ടായി. അപ്പോൾ ഓർത്ത് വെക്കുക. ഇനി ഇവരുടെ കീഴിൽ സമൂഹത്തിൽ വല്ല തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ തർക്കങ്ങളൊക്കെ ഗ്വാസി എന്ന് പറയുന്ന വിഭാഗമാണ് അതിൻ്റെ കാരണങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. അതുമാത്രമല്ല, രാജാവിനാണ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന അധികാരി എന്ന് പറയുന്നത് ചക്രവർത്തി ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇനി അക്കാലഘട്ടത്തിൽ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയുന്നുണ്ട്. യൂറോപ്യൻ സഞ്ചാരികളുടെ വിവരണങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. അപ്പോൾ ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെ, വരുമാനത്തെയൊക്കെ ആശ്രയിച്ചായിരുന്നു നിലനിന്നിരുന്നത്. ഈ ജനങ്ങളിൽ, അതായത് രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി ആരാന്ന് ചോദിച്ചാൽ അത് ടവർണിയർ ആണ്. ടവർണിയർ കൂടാതെ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളത് ആണ് ആരെന്ന് പറയുന്നത്? റാൽഫ് ഫിച്ച്. അദ്ദേഹം ഇംഗ്ലീഷുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലാണ് ആഗ്ര, ഫത്തേപൂർ സിക്രി എന്നൊക്കെ പറയുന്നത് ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനം നിറഞ്ഞതായിരുന്നു എന്നുള്ളത്. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ആ ദൂരം അത്രയും വഴിനീള ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികളും ഉണ്ടെന്ന് ആര് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്? അക്കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയായിട്ടുള്ള റാൽഫ് ഫിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അക്കാലഘട്ടത്തിൽ സാമ്പത്തിക പുരോഗതിക്ക് കാരണം കൃഷിയിലെ പുരോഗതിയാണ്. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരു. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരു ഒക്കെയാണ് അക്കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്നത്. പിന്നെ ഈ കൃഷി അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിവ് ലഭിക്കുന്നത് അബുൾ ഫസൽ എഴുതിയിട്ടുള്ള, ആരാണ് അബുൾ ഫസൽ? അതായത് മുഗൾ കാലഘട്ടത്തിലെ ചരിത്രകാരനായിരുന്നു അബുൾ ഫസൽ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളാണ് ഏതൊക്കെയാണ്? ഐൻ ഇ അക്ബരി ആൻഡ് അക്ബർനാമ. ഈ ഒരു ബുക്കുകളിൽ നിന്നാണ് നമുക്ക് കാലഘട്ടത്തിലെ കൃഷി, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിളകൾ, പിന്നെ അവർ ജലസേചനത്തിനായിട്ട് പേർഷ്യൻ ചക്രം, കനാലുകളൊക്കെ ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഇതാണ് പേർഷ്യൻ ചക്രം. പേർഷ്യൻ ചക്രം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ജലസേചന സൗകര്യം. എന്തിനാണ് ജലസേചനം? കൃഷി നന്നായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ട്. ഇനി ആ കാലഘട്ടത്തിൽ വിദേശ ചരക്കുകളൊക്കെ വരും, അല്ലെങ്കിൽ കയറ്റുമതി ഇറക്കുമതിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുജറാത്ത് അത്തരത്തിൽ വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിട്ടാണ് കണ്ടത്. കാരണം ഗുജറാത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത എന്താണ്? അത് കടലിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇങ്ങോട്ട് അതായത് പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തിരുന്നത് തുണിത്തരങ്ങൾ, പട്ട്, അതുപോലെ തന്നെ പഞ്ചസാര, അരി തുടങ്ങിയ കാര്യങ്ങളാണ്.
കൂടാതെ ജലഗതാഗതമൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് നിലനിന്നിരുന്നു. അക്കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ധാക്ക എവിടെയാണ്? ബംഗ്ലാദേശിലാണ് ധാക്ക. അതുപോലെ തന്നെ മുർഷിദാബാദ്, വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗമാണ് മുർഷിദാബാദ്. സൂററ്റ് ഏതിൻ്റെ ഭാഗമാണ്? ഗുജറാത്ത്. ലാഹോർ പാകിസ്ഥാൻ. ആഗ്ര ഉത്തർപ്രദേശ്. അപ്പോൾ ഇത്രയാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അവരുടെ, അതായത് നമ്മൾക്കറിയാം മുഗൾ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ ആര് വന്നിട്ടുണ്ടായിരുന്നു? അതായത് ഇന്ത്യയിലേക്ക് അറബികളില്ലേ, അതായത് പേർഷ്യക്കാർ വന്നു. അപ്പോൾ ഈ പേർഷ്യക്കാർ വന്നപ്പോൾ അവരുടെ സംസ്കാരം നമ്മളുടെ സംസ്കാരവുമായിട്ട് ചേരുകയുണ്ടായി. അപ്പോൾ ഈ നോക്കി, ഈ ചിത്രം കണ്ടോ? ഇത് അന്ന് നമ്മുടെ മഹാഭാരതം എന്തിലേക്ക്? പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഈ തന്നേക്കുന്നത്. ശരിക്കും ഈ മഹാഭാരതം പേർഷ്യൻ ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? തർജ്ജമ ചെയ്തത് മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ദാരാ ഷുക്കോയാണ് ഇത് പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അത് പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. കൂടാതെ നമുക്കറിയാം ഇൻഡോ ഇസ്ലാമിക് നിർമ്മാണ ശൈലിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട, ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ഈ സാംസ്കാരിക സമന്വയത്തിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്നു പുതിയ ഭാഷയായിട്ടുള്ള ഉറുദു രൂപപ്പെട്ടു. ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഉത്ഭവം, ഇതെല്ലാം അത്തരത്തിലുള്ള സമന്വയത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ഇത് കണ്ടോ? ഇത് താജ്മഹലാണ്. താജ്മഹൽ യമുനാ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. വെള്ള മാർബിൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആരാണ് നിർമ്മിച്ചത്? മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാൻ്റെ കാലത്ത്. വലിയ മിനാരങ്ങൾ, കവാടങ്ങളൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഈ ഗാർഡനൊക്കെ ഈ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിക്ക് ഉദാഹരണമാണ്. ഇതാണ് ആഗ്ര കോട്ട. ആഗ്ര കോട്ടയിൽ കണ്ടില്ലേ ചുടുകല്ലുകൾ, അതുപോലെ തന്നെ നല്ല വലിയ ഗാർഡൻസൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ്. ഇതൊക്കെ ഇന്തോ പേർഷ്യൻ വാസ്തുശൈലിക്ക് ഉദാഹരണമാണ്. ഇനി അടുത്തത് വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.